guys, welcome back to my YouTube channel, Crazy Guys. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നമ്മൾ ലാസ്റ്റ് ടൈം ഇതേപോലെ ചെയ്തായിരുന്നു ഓണത്തിന്. പക്ഷെ ഈ പ്രാവശ്യം ചെയ്യുന്നത് ഫെയർവെൽ പാർട്ടി, സെൻഡ് ഓഫ് ഉണ്ട് നമ്മുടെ സ്കൂളിൽ. അപ്പം ഇത് ലാസ്റ്റത്തെ പ്രോഗ്രാമാണ്, എൻ്റെ ലാസ്റ്റത്തെ ഇയർ ആണ് സ്കൂളിൽ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കോളേജിൽ പോകും ഗൈസ്. അപ്പോൾ വർഷങ്ങളൊക്കെ പെട്ടെന്ന് കടന്നുപോയി. ഞാനിപ്പം ഇനി അടുത്ത കൊല്ലം കോളേജിലേക്ക് പോകും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ എന്ന് പറയുന്നത് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഫെയർവെൽ പാർട്ടി. സോ കഴിഞ്ഞ പ്രാവശ്യം അധികം നമ്മൾ ചെയ്യുന്നൊന്നുമില്ല, സിമ്പിൾ ആയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ റെഡി ആവാൻ തുടങ്ങുന്ന മുൻപ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ് ലാച്ചാണ് കേട്ടോ. ഇറ്റ്സ് ലൈക്ക്, അപ്പൊ നമുക്ക് ആദ്യം ഈ ടോപ്പ് ഇടാം, അത് കഴിഞ്ഞിട്ട് ബാക്കി ഫേസിൽ ചെയ്യാം. ഓക്കെ, ഞാൻ അത് ഇട്ടിട്ട് വരാം. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ടോപ്പ്. എനിക്ക് ഇതിന്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് പിന്നെ എടുത്തത്. ഈ ഡിസൈൻ എനിക്ക് അത്ര പിടിച്ചില്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്. ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് ലാസ്റ്റ് കാണിക്കാം. അപ്പൊ ഇന്ന് നമ്മുടെ ഫേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ പ്രാവശ്യം കുറച്ചും കൂടി നമ്മൾ അപ്ഗ്രേഡ്. ഓക്കെ, സോ ഈ പ്രാവശ്യം നമുക്ക് ഇതുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇത് കാണിച്ചിനോ ഓർമ്മയില്ല. പിന്നെ നമ്മൾ മറ്റേ മിറർ മാറ്റി ഗൈസ്, നമ്മൾ ഈ മിറർ എടുക്കുന്നു ആൻഡ് ഓൾസോ ഈ മിറർ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചും കൂടി നമ്മൾ പുരോഗമിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതാദ്യം ഇട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിനി ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് സൺസ്ക്രീമാണ്. ഓക്കെ, ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. അപ്പോൾ ഇത് സ്കിൻ ഡോക്ടർ 60 ആണ് SPF, പിന്നെ UVA+, UVB എല്ലാ സംഭവം ഇതിനകത്തുണ്ട് ഗൈസ്. ആൻഡ് ഇറ്റ്സ് സ്മെൽസ് റിയലി ഗുഡ്. എനിക്ക് ലൈക്ക് ബോഡി ലോഷൻ്റെ ടൈപ്പ് സ്മെല്ലാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് തിക്ക്, ലൈക്ക് ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ്. അധികം വൈറ്റ് കാസ്റ്റ് ഒന്നും തരുന്നില്ല, എന്നാലും ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ കുഴപ്പമില്ല ഗൈസ്. അപ്പം ഞാൻ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് കുറച്ച് സൺസ്ക്രീം എടുത്തേക്കാം. ഓവർ വെച്ചാൽ ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഇടുകയാണെങ്കിൽ കുറച്ച് ഉപയോഗിക്കലുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര ഉപയോഗിച്ചാൽ മതിയോ? അല്ല, നമ്മൾ 2 ഫിംഗേഴ്സ് ഫുൾ ഉപയോഗിക്കണം. പക്ഷെ ഇന്ത്യൻ സ്കിന്നിന് അങ്ങനെ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഓവർ യൂസ് ചെയ്ത് നമുക്ക് ഓൾറെഡി സണ്ണിൻ്റെ UV റേസ് ബ്ലോക്ക് ചെയ്യുന്ന സംഭവം നമ്മുടെ സ്കിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം യൂസ് ചെയ്യണ്ട, കുറച്ച് മതി. എന്നാലും ഇതിനെക്കാട്ടും എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസിൽ ഇത് കുറച്ച് ഇങ്ങനെ ഞാൻ കുറച്ച് ഫേസ് ഇച്ചിരി വെറ്റായിട്ടിരിക്കുമ്പോഴാണ് ഇത് തൂക്കൽ. ഇതിന് മൊത്തം തൂക്കൽ. അപ്പോൾ ഗൈസ്, നമ്മൾ സൺസ്ക്രീൻ തേച്ചു. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഈ വട്ടത്തിൽ കാണുമ്പോൾ കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉള്ളത് തോന്നായിരിക്കും, പക്ഷെ അത്രയൊന്നും ഇല്ല കേട്ടോ, കുറവാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൗഡർ ഉപയോഗിക്കാം. ഓക്കെ, സോ ഞാൻ ഉപയോഗിക്കുന്നത് സാധാ പൗഡറാണ് ഗൈസ്. ഇന്ന് ഫുള്ള് സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ പൗഡർ. ഇത് ഈ ഫ്രാഗ്രൻസ് നല്ലതാണ്. ഫ്രാഗ്രൻസ് നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മൾ മുഖത്തിങ്ങനെ ഡാബ് ചെയ്യും. ഇങ്ങനത്തെ ഒരു ഹെഡ് ബാൻഡ് മേടിക്കാൻ നല്ലതാണ് ഗൈസ്. ആകുമ്പോൾ അധികം മുടി മുഖത്തേക്ക് അങ്ങനെ വരില്ല. ഐ വിൽ റെക്കമെൻഡ്. അപ്പോൾ ഗൈസ്, നമ്മൾ പൗഡർ ഇട്ടു സെറ്റായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐലൈനറാണ്. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് മേക്കപ്പ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഐലൈനറാണ്. ബട്ട് ഇത് വാട്ടർ പ്രൂഫാണ് ആൻഡ് ഇറ്റ്സ് മൈ ഫേവറേറ്റ്. പക്ഷെ പെട്ടെന്ന് തീർന്നു പോകും ഗൈസ്, കുറച്ചേ ഉള്ളൂ, അവിടെ പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഞാൻ കുറച്ച് അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഈ കണ്ണുകൂടി വരച്ചിട്ട് വരാം ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മൾ കണ്ണ് വരച്ച് കഴിഞ്ഞു. സിമ്പിളാണ്, അത്ര ലൈറ്റായിട്ട് ഒരു ലൈൻ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാവുന്ന നമ്മുടെ മസ്കാര. എപ്പോഴും നമ്മൾ മസ്കാര ഉപയോഗിക്കണം ഗൈസ്. മസ്കാര ഇട്ടാലൊരു ഇതുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഐലൈനർ മസ്കാരയും ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മുടെ ലിപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ലിപ്പ് ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വാസ്ലിൻ കുറച്ച് തേക്കും. ഇപ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് പോലെ കുറച്ച് ഗ്ലോസി ആയിട്ടിരിക്കുന്നത് തോന്നും. അതുപോലെ ലിപ്പ് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും വാസ്ലിനാണ് യൂസ് ചെയ്യാറ്. ഇനി നമ്മൾ കുറച്ച് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്ക് എടുക്കും. അപ്പോൾ ഇതിങ്ങനെ കുറച്ചെടുത്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു റെഡ് ലിപ് ഗ്ലോസ് ആ ഒരു എഫക്റ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ചുള്ളൂ, ഓവറൊന്നും അവിടെ തേക്കില്ല. ഓൾസോ നമുക്ക് ഞാൻ ഇത് പുതിയൊരു ലിപ് ഷെയ്ഡ് മേടിച്ചതാണ്. ഇത് ഡ്രീമി മാറ്റ് ക്രീം ലിപ് ഗ്ലോസ്. അപ്പം ഞാൻ ലിപ് ഗ്ലോസ് ആണ് ഉദ്ദേശിച്ചത്, പക്ഷെ മേടിച്ച് വന്നപ്പോൾ ഒരു മാറ്റ് ടൈപ്പ് ആയിപ്പോയി. അതുകൊണ്ട് ഇത് ലിപ് ഗ്ലോസിന് ഒരു ഗ്ലോ ഒന്നും ഇല്ല, ഒരു മാറ്റാണ്. 2 തൊട്ട് മതി. ഞാനിത് അധികം യൂസ് ചെയ്തത് എൻ്റെ ഷെയ്ഡ് എൻ്റെ സ്കിന്നിന് അത്ര മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ മേക്കപ്പ്. ഇതിൻ്റെ അപ്പുറത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല. ഐ തിങ്ക് ഇതന്നെ മതിയാവും. നമ്മൾ സിമ്പിളായിട്ട് പോകുന്നതാണ് രസം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ മേക്കപ്പ്. അപ്പോൾ ഗൈസ് നമ്മളിനി ഹെയറിലേക്ക് കിടക്കുകയാണ്. സോ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ സാധാ ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സിന് സാധാ ഇവിടുന്ന് സൈഡിൽ നിന്ന് പിരിച്ച് കൊണ്ടുപോകുന്ന ഹെയർ സ്റ്റൈലാണ് രസം. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ട് വരാം ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഹെയർ റെഡിയായി. ഇത് നമ്മൾ ഇടാൻ പോകുന്ന കമ്മൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇട്ട അതേ സാധനം തന്നെ, നല്ല അടിപൊളി ചിമിക്കുണ്ട്. അപ്പോൾ ഇതിന് മാച്ച് ആവുന്ന അതേ കളറാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സും കൂടി ഇട്ട് ഫുള്ള് റെഡി ആയിട്ട് ഞങ്ങളെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ ഷാളുണ്ട്. ഞാൻ ഇതിങ്ങനെ സാരി പോലെ അല്ല വേണ്ട, അത് ചില ഓവറായിപ്പോ. അവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇടാം. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഫോർ ടുഡേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.